എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾക്ക് ബദാം പായസം ഉണ്ടാക്കാം. ഇതിന് വേണ്ടത് 1/2 ലിറ്റർ കാച്ചാത്ത പാലാണ്. പിന്നെ വേണ്ടത് ബദാം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ്. നമ്മൾ ബദാം മിക്സിലാണ് ഈ പായസം തയ്യാറാക്കുന്നത്. ഇതിനു പകരമായി 10 ബദാം ചുടുവെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം 1/2 കപ്പ് പാലും ചേർത്ത് അരച്ചും ഇതുണ്ടാക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് പാൽ തിളപ്പിക്കാൻ വയ്ക്കാം. പാൽ അടുപ്പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ എടുത്തു വെച്ച ബദാം മിക്സിൻ്റെ 2 പാക്കറ്റിലെ പൗഡർ പാലിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ബദാം മിക്സിൽ പാൽപ്പൊടി ഉള്ളതുകൊണ്ട് പാല് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ഒഴിച്ചാലും മതി. മധുരം നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ തന്നെ ലൈറ്റ് യെല്ലോ കളറുണ്ട്. കൂടുതൽ കളറിന് കേസരി കളർ ഫ്യൂ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം. ലേശം കുറുകി വരുമ്പോൾ വാങ്ങി വയ്ക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ക്രഷ് ചെയ്ത ബദാമും ചേർത്ത് സിമ്മിൽ വറുക്കുക. സിമ്മിൽ വറുക്കുമ്പോഴാണ് ക്രിസ്പിയായി നട്ട്സ് കിട്ടുക. ഇനി ഇത് നെയ്യോടുകൂടി പായസത്തിലേക്ക് ചേർക്കുക. നല്ല സ്വാദിഷ്ടമായ ഹെൽത്തി ബദാം പായസം ഞൊടിയിട കൊണ്ട് എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കാം. ഇന്നത്തെ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.